ബ്രില്യൻറ്റിലെ എൻട്രൻസ് കോച്ചിങ്ങിലൂടെ IIT, NIT ഉൾപ്പെടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഈ വർഷം നടന്നു കയറിയ വിദ്യാർത്ഥികൾ അവരുടെ ഡ്രീം ക്യാമ്പസിലെത്തിയ സന്തോഷം ഫോട്ടോയായി പകർത്തി ഞങ്ങൾക്ക് അയച്ചു തന്നത് ഞങ്ങൾ ഇതിനോടകം തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇതേ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത് വലിയ പ്രോത്സാഹനമാണ് ഇതിനോടകം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യം മുതൽ നിങ്ങൾ കണ്ട സ്വപ്നം കൈപ്പിടിയിലാക്കിയ ആ ഒരു വെരി സ്പെഷ്യൽ മൊമെന്റ് ഇനിയും അയച്ചു തരാനുള്ളവർ വേഗം തന്നെ അയച്ചു തരിക. ഇതുവരെ അയച്ചു തന്ന മിടുക്കന്മാരെയും മിടുക്കുകളെയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അവർ പകർത്തിയ ആ ഹാപ്പി മൊമെന്റും നമുക്കൊന്ന് കാണാം. പ്രൗഡ് ബ്രില്യന്റിയൻ എന്ന സീരീസിലേക്ക് ആദ്യമായി നമുക്ക് ഫോട്ടോ അയച്ചു തന്നത് സിദ്ധാർത്ഥ് വത്സനാണ്. സിദ്ധാർത്ഥ് IIT ഡൽഹിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് 4-year കോഴ്സിനാണ് സിദ്ധാർത്ഥ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് IIT ഡൽഹിയുടെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും അതോടൊപ്പം തന്നെ ഫാമിലിയായി നിൽക്കുന്ന ഫോട്ടോയും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ പ്രൗഡായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന, വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഫോട്ടോയാണ് നമുക്ക് സിദ്ധാർത്ഥ് അയച്ചു തന്നിരിക്കുന്നത് IIT ഡൽഹിയിൽ നിന്നും. അതിനുശേഷം നമുക്ക് രണ്ടാമതായിട്ട് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് നിർമ്മൽ ഡേവിസ് ആണ്. നിർമ്മൽ ഡേവിസ് ജോയിൻ ചെയ്തിരിക്കുന്നതും IIT ഡൽഹിയിൽ തന്നെയാണ്. BTech പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലാണ് നമ്മുടെ നിർമ്മൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. നിർമ്മൽ അപ്പോൾ വളരെ ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്ന 2 ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. 2 കോസ്റ്റ്യൂമിലൊക്കെയുള്ള 2 ഫോട്ടോസാണ് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തേക്കും നിർമ്മലിനെ ഓർത്ത് വയ്ക്കാനുള്ള ഒരു ഓർമ്മ ഫോട്ടോ ആയിട്ടാണ് നിർമ്മൽ ഈ 2 ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത ഫോട്ടോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അരവിന്ദ് എസ് നായർ ആണ്. അരവിന്ദും IIT ഡൽഹിയിൽ തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അരവിന്ദ് കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അരവിന്ദ് IIT ഡൽഹിയുടെ മുന്നിൽ ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പ്രൗഡ് ബ്രില്യന്റിയൻ സീരീസിൽ അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത് ആദിത്യ വിഷ്ണു ആണ്. ആദിത്യ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT കാൺപൂറിലാണ്. IIT കാൺപൂറിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് ആദിത്യ വിഷ്ണു ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദിത്യ ആണെങ്കിലും ഒറ്റയ്ക്കുള്ള ഫോട്ടോയും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എത്ര പ്രൗഡാണ് അവർ അവൻ്റെ കൂടെ അവിടെ നിൽക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അത്രയും സന്തോഷത്തോടെ ആദിത്യ വിഷ്ണുവും അച്ഛനും അമ്മയായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ആദിത്യ അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് അലൻ ജോണി അനിലാണ്. അപ്പോൾ അലൻ ജോണി അനിൽ നമ്മുടെ JEE അഡ്വാൻസ്ഡിന് മാത്രമല്ല ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും ടോപ്പർ ആയിരുന്നു. അപ്പോൾ അലൻ ജോണി അനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT മദ്രാസിലാണ്. IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് അലൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം IIT മദ്രാസിലൊക്കെ ഒരു കോഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥികളുടെയും സ്വപ്നമായിരിക്കും. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തിട്ട് ആ സന്തോഷത്തിലാണ് അലൻ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അലൻ ഒറ്റയ്ക്കും അലൻ ഫാമിലി ആയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് നമുക്ക് അലൻ അയച്ചു തന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അസിൽ സെയ്ദ് എടയക്കലിൻ്റെ ഫോട്ടോയാണ്. അസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസിനാണ്. അപ്പോൾ നമുക്കറിയാം IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ അസിൽ ഒറ്റയ്ക്കുള്ള ഫോട്ടോയും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് IIT മദ്രാസിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഫോട്ടോയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് അസിലിൻ്റെ ഫാദർ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്ത ഫോട്ടോ ഹരികൃഷ്ണ എസിൻ്റെതാണ്. ഹരികൃഷ്ണ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT ഹൈദരാബാദിലാണ്. കമ്പ്യൂട്ടർ സയൻസിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഐ ലവ് ഹൈദരാബാദ് എന്നുള്ള ബോർഡിൻ്റെ മുന്നിൽ തൊപ്പിയൊക്കെ വെച്ച് വളരെ സന്തോഷമായിട്ട് ഹരികൃഷ്ണ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഡ്രീം ക്യാമ്പസിൽ വളരെ നല്ലൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം നമുക്ക് അവൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുൻവർഷത്തെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളും അവരുടെ IIT എന്ന സ്വപ്നം ഈ വർഷവും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്ന പെൺകുട്ടി ഇഷ ബി നമ്പ്യാർ ആണ്. ഇഷ ബി നമ്പ്യാർ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT റോപ്പാറിലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷയും നമുക്ക് IIT റോപ്പാറിൻ്റെ എൻട്രൻസിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ ഒറ്റയ്ക്കുള്ള ഫോട്ടോയും അതുപോലെ തന്നെ ഇഷയുടെ അച്ഛനും അമ്മയും അനിയനുമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് നമുക്കിവിടെ അയച്ചു തന്നിട്ടുള്ളത്. അടുത്ത ചിത്രവും ഒരു പെൺകുട്ടിയുടേതാണ്. നിരുപമ MB ആണ് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത്. നിരുപമ IIT ഡൽഹിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് നിരുപമ ഈ വർഷം ജോയിൻ ചെയ്തിരിക്കുന്നത്. നിരുപമയാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ അച്ഛനും അമ്മയുമായിട്ട് IIT ഡൽഹിയിൽ നിൽക്കുന്ന ഫോട്ടോയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത വിദ്യാർത്ഥി അശ്വത് രാജേഷ് അരിക്കാട്ടാണ്. അപ്പോൾ അശ്വത് ജോയിൻ ചെയ്തിരിക്കുന്നത് IIT ബോംബെയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിനാണ്.
അപ്പോൾ നമ്മളൊരു സ്പേസ് റിസർച്ച് ഒക്കെ സ്വപ്നം കാണുന്ന കുട്ടികളുടെ ഒരു ഡ്രീം ആയിരിക്കും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IIT ബോംബെയിൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണുന്നതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അവിടെയാണ് അശ്വത് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ചിൽ തന്നെ കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായി മാറാൻ കഴിയുന്ന ഒരാളാവട്ടെ അശ്വത് എന്നും നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അശ്വത് ആണെങ്കിലും ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഇവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത ചിത്രം ഒരു പെൺകുട്ടിയുടേതാണ്. ലിസ അഗസ്റ്റിന്റെ ഫോട്ടോയാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ലിസ അഗസ്റ്റിൻ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT മദ്രാസിലാണ്. IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ലിസ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിസ ആദ്യം തന്നെ IIT മദ്രാസിന്റെ എൻട്രൻസിൽ നിന്നുകൊണ്ടൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IIT മദ്രാസിന്റെ ലോഗോയിൽ വളരെ പ്രൗഡായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ലിസ അടുത്തതായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ലിസയുടെ പാരൻസിന്റെ കൂടെയും മുഴുവൻ ഫാമിലിയുടെ കൂടെയൊക്കെ വളരെ സന്തോഷമായിട്ട് ആ ലോഗോയുടെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ ലിസ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത വിദ്യാർത്ഥി ദേവാനന്ദ് P ആണ്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ 1ാം റാങ്കും ബ്രില്യന്റിന്റെ സ്കോളർഷിപ്പായ 10 ലക്ഷം രൂപയും നേടിയ കേരളത്തിന്റെ തന്നെ അഭിമാനമായ വിദ്യാർത്ഥിയാണ് ദേവാനന്ദ് P. ദേവാനന്ദ് അഡ്മിഷൻ നേടിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നായിട്ടുള്ള IIT ഖരഗ്പൂറിലാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ ദേവാനന്ദും ഒറ്റയ്ക്കുള്ള ഫോട്ടോയും ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ദേവാനന്ദിന്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ എത്ര പ്രൗഡായിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ദേവാനന്ദും നമുക്ക് ഫാമിലി ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത ഫോട്ടോ സൗരവ് ശ്രീനാഥിൻ്റെതാണ്. സൗരവ് ശ്രീനാഥ് IIT ബോംബെയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിനാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ IIT ബോംബെയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഡ്രീം ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിനാണ് സൗരവിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. സൗരവ് ആണെങ്കിലും ഒറ്റയ്ക്കും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ കൂടെ IIT ബോംബെയുടെ മുന്നിൽ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് മുഹമ്മദ് അമാൻ മുജീബാണ്. അപ്പോൾ അമാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT വാരണാസിയിലാണ്. അവിടെ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്കാണ് അമാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമാനും IIT വാരണാസിയുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോയും അതോടൊപ്പം തന്നെ പാരൻസിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡ്, കേരള എഞ്ചിനീയറിംഗ്, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വേണ്ട എഴുതിയ എല്ലാ എക്സാമുകളിലും പൊന്നു വിളയിച്ച മിടുക്കനായ കേരളത്തിൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും അഭിമാനമായി മാറിയ നമ്മുടെ വിദ്യാർത്ഥിയാണ് ഹാഫിസ് റഹ്മാൻ. ഹാഫിസ് റഹ്മാന് JEE മെയിൻസ് എക്സാമിൽ കേരളത്തിൻ്റെ ടോപ്പർ കൂടെയായിരുന്നു. അപ്പോൾ ഹാഫിസ് റഹ്മാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ ഹാഫിസ് IIT മദ്രാസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹാഫിസ് പാരൻസിൻ്റെ കൂടെയും ഒറ്റയ്ക്കും IIT മദ്രാസിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഹാഫിസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ എത്ര പ്രൗഡാണ് എന്നുള്ളത്. പ്രൗഡ് ബ്രില്യൻറ്റിയൻ സീരീസിൽ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ശ്രീലക്ഷ്മി MS ഫോട്ടോയാണ്. ശ്രീലക്ഷ്മി ജോയിൻ ചെയ്തിരിക്കുന്നത് IIT മദ്രാസിലാണ്, സിവിൽ എഞ്ചിനീയറിംഗിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ IIT മദ്രാസിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഫോട്ടോയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളതും ഒരു പെൺകുട്ടിയാണ്. ഗൗരി നന്ദന HS ആണ് നമുക്ക് അടുത്തതായിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഗൗരി ജോയിൻ ചെയ്തിരിക്കുന്നതും IIT മദ്രാസിൽ തന്നെയാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ IIT മദ്രാസിൻ്റെ എൻട്രൻസിൽ വളരെ സന്തോഷത്തോടെ പ്രൗഡായിട്ട് ഗൗരി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഗൗരി നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത വിദ്യാർത്ഥി ആദിത്യ രാജേഷ് ആണ്. ആദിത്യ രാജേഷ് ജോയിൻ ചെയ്തിട്ടുള്ളത് IIT തിരുപ്പതിയിലാണ്. IIT തിരുപ്പതിയിൽ കമ്പ്യൂട്ടർ സയൻസിനാണ് ആദിത്യ ജോയിൻ ചെയ്തിട്ടുള്ളത്. IIT തിരുപ്പതിയുടെ എൻട്രൻസിൽ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ആദിത്യ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അടുത്ത ഫോട്ടോ അനുകീർത്തന കെളപ്പശ്ശേരിയുടേതാണ്. അപ്പോൾ അനുകീർത്തന ജോയിൻ ചെയ്തിരിക്കുന്നത് IIT വാരണാസിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ ഈ ഒരു സന്തോഷമുള്ള ഇത്രയും പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ഈ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് അനുകീർത്തനയുടെ അച്ഛനാണ്. അപ്പോൾ ഫാമിലി ഫോട്ടോ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മയും അച്ഛനും ഗ്രാൻഡ് പാരൻസും അനിയനും ഒക്കെ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റും. അനിയൻ ഒരു കണ്ണാടിയൊക്കെ വെച്ച് വളരെ സന്തോഷമായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫോട്ടോ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഐശ്വര്യ ദേവി K ആണ്. ഐശ്വര്യ ജോയിൻ ചെയ്തിട്ടുള്ളത് IIT ഡൽഹിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ ഐശ്വര്യയും ഒറ്റയ്ക്കുള്ള ഫോട്ടോയും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് നമുക്കായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അടുത്ത ഫോട്ടോ ആരോൺ ബെൻസിയറിൻ്റെതാണ്. അപ്പോൾ ആരോൺ ജോയിൻ ചെയ്തിട്ടുള്ളത് IIT ബോംബെയിലാണ്. IIT ബോംബെയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലാണ് ആരോൺ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരോൺ ആണെങ്കിലും IIT ബോംബെയുടെ എൻട്രൻസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും അതോടൊപ്പം തന്നെ ഫാദറിൻ്റെയും മദറിൻ്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോയും നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അടുത്ത ഫോട്ടോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ജിതേന്ദ്ര J അമ്പാട്ടാണ്. അപ്പോൾ ജിതേന്ദ്ര ജോയിൻ ചെയ്തിരിക്കുന്നത് IIT ബോംബെയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ്.
അപ്പോൾ വളരെ സന്തോഷമായിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പോക്കറ്റിലൊക്കെ കൈയിട്ടൊക്കെയാണ് ജിതേന്ദ്ര നിൽക്കുന്നത്. അപ്പോൾ ജിതേന്ദ്രയാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോയും അതോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ, അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് അവർ എത്ര പ്രൗഡാണ്, എത്ര സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത വിദ്യാർത്ഥി ലോയിഡ് റോഷനാണ്. ലോയിഡ് റോഷൻ ജോയിൻ ചെയ്തിട്ടുള്ളത് IIT ഹൈദരാബാദിലാണ്, സിവിൽ എഞ്ചിനീയറിംഗിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോയിഡ് ആണെങ്കിലും ഇതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോയും അതോടൊപ്പം തന്നെ ക്യാമ്പസിന്റെ എൻട്രൻസിന്റെ മുന്നിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോയും നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഫോട്ടോ അതുൽ കൃഷ്ണ കിഴക്കീറ്റിലിൻ്റെതാണ്. അപ്പോൾ അതുൽ ജോയിൻ ചെയ്തിരിക്കുന്നത് IIT ഗുവാഹട്ടിയിലാണ്. IIT ഗുവാഹട്ടിയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുലാണെങ്കിലും IITയുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോയും അതോടൊപ്പം തന്നെ ഒരു പ്രൗഡ് ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അയച്ചു തരാനുള്ളവർ ചെയ്യേണ്ടത് ഇത്രമാത്രം. 9188900621 എന്ന നമ്പറിലോ smsupport@brilliantpala.org എന്ന മെയിൽ IDയിലോ നിങ്ങൾ ഫാമിലിക്കൊപ്പവും സിംഗിളായും ക്യാമ്പസിന് മുന്നിൽ നിൽക്കുന്ന മനോഹര ചിത്രങ്ങളും വീഡിയോകളും ഞങ്ങൾക്ക് അയച്ചു തരിക. ഇതോടൊപ്പം നിങ്ങളുടെ പേര്, ബ്രില്യൻറ്റിലെ യൂസർ ID, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച ക്യാമ്പസ്, കോഴ്സ് എന്നിവയും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.